ഞാൻ ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് നെയ്പത്തിരിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി ഉപയോഗിക്കാം കേട്ടോ, വൈറ്റ് റൈസ് എന്തായാലും സാരമില്ല. അപ്പോൾ 2 കപ്പ് പച്ചരിയോ ബസ്മതി റൈസോ എടുത്ത് നന്നായിട്ട് കഴുകി ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഗ്രൈൻഡറിലിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുക്കുക. എന്നിട്ടിതാ ആവശ്യത്തിന് ഉപ്പ്, വലിയ ജീരകം ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക, പെരിഞ്ചീരകം ഉണ്ടല്ലോ അത്, പിന്നെ ഇത്രയും തേങ്ങ നന്നായിട്ട് 1 കപ്പ് നിറയെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരമുറിയോ ഒരു ചെറിയ ഉള്ളിയോ ആണെങ്കിൽ അങ്ങനെ മതി. അതും കൂടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒരു തരികളായിട്ട് മതി. എന്നാലേ നമുക്ക് ആ നെയ്പത്തിരിൻ്റെ ടെക്സ്ചർ അതുപോലെ കിട്ടും. നന്നായിട്ട് അരഞ്ഞാൽ കാണാനൊരു ഇതുണ്ടാവില്ല. പിന്നെ നമുക്ക് ക്രിസ്പിനെസ്സും വേണമല്ലോ. അപ്പോൾ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തലിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ആമീസ് പൊടിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം കണ്ണൂർ തലശ്ശേരി ഭാഗത്തെല്ലാം പത്തൽ ഒറോട്ടി എന്നെല്ലാം പറയും, അതിൻ്റെ പൊടി. ഇപ്പോൾ പത്തിരി പൊടിയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചോറ് വെക്കുന്ന നോർമൽ അരി ഉണ്ടല്ലോ, അത് ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചാൽ മതി, ഇതുപോലെ കുതിരാൻ വെച്ചാൽ മതി. എന്നിട്ട് നോർമൽ ബാക്കിയുള്ള പ്രോസസ്സെല്ലാം സെയിം. പിന്നെ ഞാൻ ഉരുട്ടകളാക്കി ഇനി നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്, ഇവിടെ ഇപ്പോൾ എല്ലാം ഒന്നും കിട്ടൂലല്ലോ, അപ്പം ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം. ഞാൻ എളുപ്പത്തിന് ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഇങ്ങനെ ഒരുപോലെയുള്ള ഇത് വെച്ചൊന്ന് അമർത്തി കൊടുക്കും. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ എല്ലാ സൈഡും ഒരുപോലെ ഈവനാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക്, നല്ല ചൂട് വേണം കേട്ടോ, ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് കളറ് മാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിടാം. പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും കേട്ടോ, കുറേ സമയമൊന്നും എടുക്കൂല. ഇത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതുപോലെ ആക്കുന്ന പോലെ ആക്കിയത് ഒരുപാട് സമയം പൊങ്ങിയിട്ട് തന്നെ ആ അപ്പം ഉണ്ടാവും. നെയ്പ്പത്തിൽ കുറേ സമയം ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടെ തിന്നുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബീഫാണ്. ബീഫും ചിക്കൻ കറിയും എല്ലാം ഓക്കെയാണ്. ഞാനിപ്പോൾ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല അടിപൊളി നെയ്പ്പത്തിരി കിട്ടും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ ബീഫും കൂട്ടി ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പെർഫെക്റ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.